വിവാഹ വാർഷിക ദിനം ആഘോഷമാക്കി മാറ്റാതെ സമൂഹത്തിനൊപ്പം പങ്കുവെച്ച് മാതൃകയായി ഒരു കുടുംബം. മാത്തിൽ IRPC സാന്ത്വന വയോജന കേന്ദ്രത്തിൽ പരിചരണത്തിൽ കഴിയുന്നവർക്ക് വസ്ത്രങ്ങൾ നൽകിയും സദ്യ ഒരുക്കിയും ധനസഹായം കൈമാറിയും കാങ്കോലിലെ PP രാഘവൻ മീനാക്ഷി ദമ്പതികളാണ് ശ്രദ്ധേയരായത്. ദമ്പതികളുടെ 42ാം വിവാഹ വാർഷികത്തോടനുബന്ധിച്ചായിരുന്നു സാന്ത്വന കേന്ദ്രത്തിന് സഹായങ്ങൾ നൽകിയത്. IRPC സാന്ത്വന കേന്ദ്രം കൺവീനർ KV പവിത്രൻ ധനസഹായവും വസ്ത്രങ്ങളും ഏറ്റുവാങ്ങി. പരിപാടിയിൽ ഫിസിയോതെറാപ്പിസ്റ്റ് P അനുരാഗ്, സ്റ്റാഫ് നഴ്സ് MP രജനി, KV ഷീബ, P ഗീത, PP രാഘവൻ, ആലക്കാടൻ രാഘവൻ എന്നിവർ പങ്കെടുത്തു. ആറാം വർഷത്തിലേക്ക് കിടക്കുകയാണ്. നമുക്കറിയാം, ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും നോക്കാതെ ആർക്കാണോ പരിചരണം ആവശ്യമുള്ളത് അവർക്ക് വേണ്ടിയാണ് ഈ സ്ഥാപനം ഈ 6 വർഷക്കാലമായി പ്രവർത്തിച്ചു വരുന്നത്. ഞങ്ങളുടെ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 635 ആളുകൾ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ 1 വർഷത്തോളം ഇവിടെ പരിചരണത്തിൽ കഴിഞ്ഞ് അവരുടെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്താൻ ഈ സ്ഥാപനത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. ഉദാരമതികളായ ഒരുപാട് മനുഷ്യസ്നേഹികളുടെ സഹായത്തോടെയാണ് ഈ സ്ഥാപനം മുന്നോട്ട് പോകുന്നത്. സർക്കാരിൻ്റെയോ മറ്റു ഏതെങ്കിലും ഏജൻസികളുടെ ഒരു നയാ പൈസ പോലും, ഒരു സംഖ്യ പോലും നമുക്ക് ലഭിക്കുന്നില്ല. നമ്മുടെ നാട്ടിലെ പൊതുപ്രസ്ഥാനങ്ങൾ, അതുപോലെ തന്നെ കുടുംബശ്രീ പ്രവർത്തകർ, അതുപോലെ ജീവകാരുണ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവരൊക്കെയാണ് ഈ സ്ഥാപനത്തിൻ്റെ മുതൽക്കൂട്ട് എന്ന് പറയുന്നത്. ഇന്ന് ഇവിടെ ഈ സ്ഥാപനത്തിൽ വന്നത് എൻ്റെ ഒരു ക്ലാസ്മേറ്റ് കൂടിയാണ് മീനാക്ഷി. അതോടൊപ്പം അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് പഴയ തലമുറക്കൊക്കെ ഓർമ്മയുണ്ടാവും. ആ അടിയന്തരാവസ്ഥയിലെ പോരാളി കൂടിയാണ് കാങ്കോലിലെ PP രാഘവൻ മീനാക്ഷി ദമ്പതികളുടെ 42ാം വിവാഹ വാർഷികത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ കുടുംബം നമ്മുടെ IRPC സ്വാതന്ത്ര്യ കേന്ദ്രത്തിന് ഇങ്ങനെയുള്ള ഒരു ധനസഹായവും അതുപോലെ തന്നെ എവിടെയുള്ള അന്തേവാസികൾക്കുള്ള ഒരു ചെറിയ ഒരു ഉപഹാരം എന്ന രീതിയിൽ ഇത് ഏൽപ്പിച്ചിട്ടുള്ളത്. ഇതിൻ്റെ പ്രവർത്തനത്തിന് ഉത്തരവാദിത്വം ഇത്തരത്തിലുള്ള മനസ്സുള്ളവരാണ് ഈ സ്ഥാപനത്തിൻ്റെ മുതൽക്കൂട്ട്. ഇങ്ങനെ ഈ സ്ഥാപനം മുന്നോട്ട് പോകുന്നത് തന്നെ ജാതിയോ മതമോ, ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ആമിന പ്രസവിച്ച മുഹമ്മദ്, ഏലിയാമ്മ പ്രസവിച്ച വർഗീസ്, നാരായണി പ്രസവിച്ച സുകുമാരൻ, ഇവരെല്ലാം ഇവിടെ പരിചരണത്തിൽ വന്നിട്ടുണ്ട്. അവരെയൊക്കെ നമ്മൾ ഒരു ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും നോക്കിയിട്ടല്ല ഇവിടെ പ്രവേശിപ്പിക്കുന്നത്. അവർക്ക് താങ്ങായി തണലായി ഈ സ്ഥാപനം എന്നുമുണ്ട്. ആ രീതിയിൽ ഈ സ്ഥാപനത്തെ കൈയടിച്ച് സഹായിച്ച രാഘവൻ മീനാക്ഷി ദമ്പതികളെ ഏറെ സ്നേഹത്തോടെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നു. ഈ സ്ഥാപനത്തിൻ്റെ അകമഴിഞ്ഞ നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു.